പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ മോഷണം പതിവായിട്ടും പോലീസ് നിഷ്ക്രിയമെന്ന ആരോപണവുമായി കേരള വ്യാപാരി വ്യവസായ സമിതി രംഗത്ത്. വ്യാപാരികളെയും നാട്ടുകാരെയും ഭയത്തിലാക്കിയ മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ പിടിപ്പുകേടെന്നും വ്യാപാരി സമിതി. തുടർച്ചയായ 3 ദിവസങ്ങളിൽ പൊന്നാനി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപക മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കടകൾ കുത്തിത്തുറക്കുന്ന മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ട് പോലും തുടർ മോഷണങ്ങൾ നടക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമാണെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. സമാന രീതിയിലാണ് എല്ലാ കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. പതിവായി മോഷണം നടത്തുന്നവരാണ് ഇപ്പോഴത്തെ മോഷണ സംഘമെന്ന സംശയമുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് മോഷണം പെരുകാൻ ഇടയാക്കുന്നുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ പെട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് പുഴമ്പ്രം BM മേഖലകളിൽ മോഷണം നടന്നത്. മോഷ്ടാക്കളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, DYSP, SP എന്നിവർക്ക് പരാതി നൽകാനും വ്യാപാരി വ്യവസായി സമിതി പൊന്നാനി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആദ്യത്തെ ദിവസം മുമ്പ് നമ്മുടെ കൊല്ലംപടിയിലെ 7-8 കടകൾ കയറി അതിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറി ഒന്ന് സ്വർണം മോഷ്ടിച്ചു. എല്ലാ കടയിൽ നിന്നും അവർ ഈ ക്യാഷ് പൊളിച്ചിട്ടും പൈസ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ രീതിയിൽ അവർ കളവ് നടത്തിയിട്ടുള്ളത്. മിക്കവാറും കടയിൽ നിന്ന് 5000-10,000 പൊതുവെ കടയിൽ സാധനം വിറ്റ കാശ് വെക്കാത്ത ഒരു കാലഘട്ടം അതിന്റെ പേര് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കടകളിലുള്ള ഈ ക്യാഷ് പൊളിച്ചിട്ടും കൂട്ട് പൊട്ടിച്ചിട്ടും ഗ്ലാസ് ഫ്രെയിം പൊട്ടിച്ചിട്ടൊക്കെയാണ് അവനെ അകത്ത് കയറിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് അയാള് ഈ മനസ്സിലാവാത്ത രീതിയിലുള്ള ആകെ പൊതിഞ്ഞ് ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ് അവന് ഈ കളവ് നടത്തുന്നത്. പോലീസാണെന്നുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം ആണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് ഇതുവരെ പോലീസിന് ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കും. ഇതിപ്പോ ഇന്നും നിലയിൽ തുടങ്ങിയതല്ല, പല കാലങ്ങളായിട്ട് ഇതുപോലെ കള്ളന്മാർ കടലിൽ കയറിയിട്ട് മോഷ്ടിക്കുകയും കടകൾ ആക്രമിക്കുകയും അവിടെ പ്രയാസപ്പെടുത്തൊക്കെ ചെയ്തിട്ട് പോലും പോലീസ് ഒരു എന്താ പറയുക ഈ കള്ളന്മാരെ ഇതുവരെ പിടിച്ചതായിട്ടൊരു അറിവ് നമുക്കില്ല. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വലിയ പ്രയാസമാണ്. ഇപ്പോൾ തെരുവോര കച്ചവടക്കാരൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം കച്ചവടം ആകെ മോശമായി. അതിനുശേഷം അതിന്റെ കൊറോണ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കള്ളന്മാരുടെ ഇപ്പോഴത്തെ ഈ കാര്യം ഞങ്ങളായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നശീകരണമായിട്ട് ഇവർ വന്നിട്ടുള്ളത്. കൊല്ലൻ്റെ പടി ഇന്നലെ പുതുവന്നാനിയിൽ ഒരു ഹോട്ടലിൽ ഇന്ന് BF-ൽ 6ഓളം കടകളിൽ അതേപോലെ ഒരു സ്കൂളിൽ ആണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരും ഭയത്തിലാണ്, അതേപോലെ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പോലീസിന്റെ നിഷ്ക്രിയത്വം ആയിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൊന്നാനി പോലീസിന്റെ നിഷ്ക്രിയത്വമായിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിന് ജില്ലാ കളക്ടർ, DYSP, SP എന്നിവർക്ക് പരാതി മെയിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.